നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പിന്തുണ LDF-ന് എന്ന സൂചന ആവർത്തിച്ച SDPI. VD സതീശന്റെ നിലപാട് കൊണ്ട് മാത്രമാണ് UDF-നെ പിന്തുണയ്ക്കാത്തതെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളും SDPയുടെ പിന്തുണ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും VD സതീശൻ മാത്രമാണ് SDPയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത്. SDPയുടെ പിന്തുണ വേണ്ടെന്ന് VD സതീശൻ പറഞ്ഞത് UDF-ന്റെ സാധ്യത ഇല്ലാതാക്കും. VD സതീശൻ നിലപാട് തിരുത്തിയാൽ UDF-നെ പിന്തുണയ്ക്കുന്നത് പുനരാലോചിക്കാമെന്നും ലത്തീഫ് പറഞ്ഞു. ഞങ്ങൾ മഞ്ചേശ്വരത്തിൽ പിൻവലിക്കാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ട വിവിധ സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, അതുപോലെ നേതാക്കന്മാർ, വ്യത്യസ്തമായ സാമൂഹ്യ നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മതേതര വോട്ട് ഭിന്നിച്ച് കളയരുത്, രാജിവെക്കണമെന്നാണ്. VD സതീശൻ്റെ ഈ പ്രസ്താവനയോട് ഇത്തരം നേതാക്കന്മാരും സംഘടനകളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് അറിയണം. ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, കേരളീയ സമൂഹത്തിന് പോലും അത് അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. SDPI 36 സീറ്റിലാണ് ഇപ്പോൾ അവസാനമായി മത്സരിക്കുന്നത്. ഞങ്ങൾ 45 നോമിനേഷൻ കൊടുത്തിരുന്നു. അതിൽ പല കാരണങ്ങൾ കൊണ്ട്, ഞങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് വിഡ്രോ ചെയ്ത് ഇപ്പോൾ 36 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കാത്ത 104 സീറ്റുകളിൽ ഞങ്ങൾ ഒരു സീറ്റ് ഒഴികെ വേറെ എവിടെയും ഞങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു തീരുമാനവും ഞങ്ങൾ ഇന്ന മുന്നണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ സൂചിപ്പിച്ച പോലെ അവർ പ്രഖ്യാപിക്കാതെ ഞങ്ങളിന്ന് മറുപടി പറയും എന്ന് പറഞ്ഞ് എന്നത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഒരു മുന്നണിക്കും ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. കാര്യങ്ങളൊന്ന് കാണട്ടെ, ഒന്ന് അടുത്തറിയട്ടെ, സമയമുണ്ട് എന്നാണ് ഞങ്ങൾ ഇതുവരെ എല്ലാ ചാനലോടും പറഞ്ഞത്. ഞങ്ങൾ ഔദ്യോഗികമായി SDPI ഇതിലൊരു വളരെ കൃത്യമായ നിലപാട്, ആർക്ക് വോട്ട് ചെയ്യുന്ന നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ വോട്ട് ഇവിടുത്തെ മുന്നണികളുടെ ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കിനെ നിരാകരിച്ച് പറയുന്നത് എന്ത് സതുദ്ദേശമാണ് VD സതീശനുള്ളത് എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടെയുള്ള ഈ കേരളത്തിലെ UDF-ലുള്ള കക്ഷികളും വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.